ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബൂരിൻ്റെയും ബാജിൻ്റെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗോതമ്പ് റേഷൻ കടയത്തെ ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പറയും റേഷൻ കടയത്തെ ഗോതമ്പ് ഭയങ്കര ഒരു ഹാർഡായിട്ടാണെന്നുള്ളത് കേട്ടോ. പക്ഷേ നമുക്ക് ബൂരി ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ഇതേ ഒരു ഇതിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാട്ടോ. അപ്പം ഞാനിതാ ഇത്രയും പൂരി ഉണ്ടാക്കിയിട്ടുണ്ടോ, ഫുള്ള് കണ്ടില്ലേ, പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആട്ടപ്പൊടി. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് എല്ലാവർക്കും കിട്ടുമായിരിക്കും. എനിക്ക് കിട്ടുന്നില്ല, എന്നാലും ഞാൻ സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ പൂരി ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 ഗ്ലാസ് നിറച്ചും കണ്ടോ, ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാലൊരു അധികമൊന്നുമില്ല, വലിയ ഗ്ലാസ്സൊന്നുമല്ല കേട്ടോ, ഒരു മീഡിയം ഗ്ലാസ്സാണ്. അതിന് 2.5 ഗ്ലാസ്സാണ് ഞാൻ എടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ല അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാവും, അതുകൊണ്ട് 2.5 ഗ്ലാസ്. അപ്പോൾ നിങ്ങൾ ആളൊക്കെ അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞങ്ങളൊരു 5 പേർക്ക് ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്കത് വീണ്ടും കുട്ടികൾക്ക് കഴിക്കാം, രാവിലെ മാത്രമല്ല വീണ്ടും കഴിക്കാനുണ്ടാവും. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/2 ഗ്ലാസ് റവയാണ് കേട്ടോ. വറുത്തതോ വറുക്കാത്തോ ഏത് റവ എടുക്കാം, അത് പ്രശ്നമല്ല. അപ്പോൾ റവ 1/2 ഗ്ലാസ് എടുക്കാം. 2.5 ഗ്ലാസ് ആട്ടപ്പൊടിയും 1/2 ഗ്ലാസ് റവയും. റവ നിർബന്ധം, ഈ പറയുന്ന സാധനങ്ങൾ ഫുള്ള് നിർബന്ധം കേട്ടോ, എന്നാലും ഇങ്ങനെ ആയി വരുള്ളൂ. 1 ടേബിൾ സ്പൂൺ നിറച്ചും പഞ്ചസാര കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഒരു ഇത്തിരി മതി കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ആ ഉപ്പും പഞ്ചസാരയൊക്കെ എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, പിന്നെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണെന്ന് വെച്ചെങ്കിൽ ആ ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടോ. സൺഫ്ലവർ ഓയിലോ സാദാ ഓയിലോ നെയ്യ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യരുത്. എന്നിട്ട് അതും കൂടെ ഒന്ന് ആക്കിയിട്ട് കണ്ടില്ലേ, കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റവ എടുത്തില്ലേ, അത്രയും ആ ഒരു അളവിൽ പാലെടുക്കട്ടോ. പാല് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. തണുത്തതോ തണുക്കാത്തോ ഏത് പാലും എടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ ആ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നാക്കിയെടുക്കാം. കട്ട ഇല്ലാതെ തന്നെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ ഇതാക്കി കൊടുത്തോണ്ടു, കാരണം അതിപ്പോൾ തന്നെ ആ പാല് മാത്രമായി പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. 1/2 ഗ്ലാസ് പാല് ഫുള്ള് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഗ്ലാസ്സിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ, ചൂടുവെള്ളമൊന്നും വേണ്ട, പച്ചവെള്ളം തന്നെ ആ ഗ്ലാസ്സിക്ക് കുറച്ചെടുത്തിട്ട് കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ട കട്ട ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതാവില്ലേ, വെള്ളം പോലെ ഒന്നും പൊടി ആവരുത്, കുറച്ച് കട്ടി തന്നെ പൊടി കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്, കുറച്ചായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ആക്കിയെടുക്കട്ടോ. ഞാനിതാ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ പൊടി അരിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ അരിച്ചെടുത്തിട്ടില്ല. നമുക്ക് ഭൂരിക്കാവുകൊണ്ട് അങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ കുഴച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ പത്തിരിക്ക് കുഴച്ച് കൊടുക്കൂലേ, അതുപോലെ അമർത്തിയിട്ട് തന്നെ കുഴച്ച് കൊടുക്കണം. കുറച്ച് റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. നല്ലൊരു എന്താ പറയുക, കണ്ടോ, കൈ ഇങ്ങനെ വിരലൊക്കെ ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ കുഴക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല ഇതിൽ സോഫ്റ്റായി വരും. 10 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ പൊടി ആവുകൊണ്ട് നമുക്ക് നല്ലൊരു കട്ടിയായിരിക്കും. അപ്പോൾ ഇത് സോഫ്റ്റ് ആവാൻ കുറച്ച് പാടാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് കട്ടിംഗ് ബോർഡിലാണെങ്കിലും ചപ്പാത്തിൻ്റെ ഇതിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക ഈ പൊടിനെ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കണ്ടോ ഇങ്ങനെ കുറച്ച് അമർത്തിയിട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു കുഴച്ചിരുന്ന ആ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ അടിയിലാക്കിയിട്ട് ഈ ഒരു ഇതിനെ വെക്കുകയെന്ന്. അപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് മുകളിൽ എണ്ണയും ആക്കി കൊടുക്കാം കേട്ടോ, ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 30 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 30 മിനിറ്റ് തന്നെ വെക്കണം. നമുക്കറിയാലോ ആട്ടപ്പൊടി കുറച്ച് ഹാർഡാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ആ ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ല തൊലി കളഞ്ഞിട്ട് പുഴുങ്ങിയെടുക്കട്ടോ. അതാ ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ട് 4 ചെറിയ 4 ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അത് പുഴുങ്ങിയെടുക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട്
പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി നടു കീറിയിട്ടുള്ള കുറച്ചൊരു 10 അല്ലി വെളുത്തുള്ളി കേട്ടോ, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു സവാള, ഒരു വലിയൊരു സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. സവാള എടുക്കുമ്പോൾ നമ്മൾ 4 കട്ട് ചെയ്തിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, കട്ടിയില്ലാതെ. അപ്പോൾ അതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഫുള്ളായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഉഴുന്നിട്ട് കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. ഇത് ഫുള്ള് നിങ്ങൾ ചേർത്ത് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഉഴുന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിങ്ങനെ കടിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു മണവും ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു ഇതിനുണ്ടാവുക. അപ്പോൾ നന്നായിട്ട് കളർ മാറാൻ നിൽക്കരുത്. കാരണം നമ്മൾ ഇനി സവാളയൊക്കെ വഴറ്റുമ്പോൾ തന്നെ കളർ മാറും കേട്ടോ ഇതിൻ്റെ. അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഈ ഉഴുന്ന് അതിൽ കടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക പൊരിഞ്ഞ് വരും കേട്ടോ. പിന്നെ വലിയുള്ളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഈ സവാള നമുക്ക് അങ്ങനെ വയന്ന് കിട്ടണ്ട കേട്ടോ. കറിക്ക് വയറ്റുന്ന പോലെ ഒന്നും വയന്ന് കിട്ടണ്ട. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കണം. നമ്മൾ പൂരിയും ബജിയും കഴിക്കുന്ന ആളുകൾക്ക് അറിയാം, ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുന്ന ആ ഒരു ലെവലിലാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് വയറ്റിയെടുക്കുകയൊന്നും വേണ്ട. പിന്നെ ഉപ്പ് നമ്മൾ കിഴങ്ങിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉള്ളിയിൽ ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അത് ആ വെള്ളം ഒഴിവാക്കരുത്. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അടുപ്പിലാണെങ്കിലും ഗ്യാസിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. ആ കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ സമയമൊക്കെ ഉഴുന്ന് കണ്ടോ നല്ല കളറൊക്കെ മാറി നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടുവിൽ കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി ഉപ്പ് കേട്ടോ. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം മഞ്ഞളും ഉപ്പും മറ്റേതിലിട്ടത് കാരണം ഉരുളക്കിഴങ്ങിലിട്ടത് കാരണം കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആ ഒരു എണ്ണയിൽ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുത്താക്കിയിട്ട് വേണ്ട. ഇതിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഒന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതിൽ ഇട്ടിട്ട് കേട്ടോ ഞാനൊന്ന് പിന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ആദ്യം നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ നന്നായിട്ട് ഉടഞ്ഞു പോകും, നമുക്ക് അടിക്കാനൊന്നും കിട്ടൂല. അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഫസ്റ്റ് മറ്റേ ചിലക്കാക്കി കൊടുക്കരുത്. അപ്പോൾ ഫുള്ളൊന്ന് ഉടച്ചെടുക്കാം. ഫുള്ളായിട്ട് ഉടഞ്ഞ് കിട്ടുമൊന്നും വേണ്ട, കുറച്ച് അവിടെ ഇവിടേക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ഒഴിച്ച് മാറ്റി വെച്ചിരുന്ന ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് ഉടച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ തിക്കായി വരും കേട്ടോ. ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല തിക്കായി വരും. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വേറെ വെള്ളമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ കിഴങ്ങ് വേവിച്ച ആ വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്താ വെച്ചാൽ ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ ഉപ്പ് കുറേ ഇട്ടാൽ കൂടി പോകും കേട്ടോ. അപ്പോൾ കണ്ടോ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഒക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഫുള്ള് വെന്തതായിരുന്നല്ലോ, നമ്മൾ വെള്ളം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ പെട്ടെന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബജി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മളെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂരിമാവ് കണ്ടില്ല, നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. 1/2 മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ചെറുത് കുറച്ചുകൂടെ വലുതാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൂരിക്ക് കുറച്ച് കട്ടി വേണമല്ലോ. അപ്പോൾ അത് കാരണം നന്ന ചെറിയ ഉരുളയല്ല കേട്ടോ. അതിൻ്റെ കുറച്ച് എന്നാലോ ചപ്പാത്തിൻ്റെ പത്തിരിൻ്റെ അത്രയും വേണ്ടേനു. അങ്ങനെ ഫുള്ള് ഇതൊരു എണ്ണ ഒരു പ്ലേറ്റിൽ പുരട്ടിയിട്ട് അതിലേക്ക് വേണ്ട വെക്കാൻ. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായി കിട്ടും. അങ്ങനെ ഇതാ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് 36 പീസാണ് കേട്ടോ അതിന് കിട്ടിയിട്ടുള്ളത്. 36 പൂരിക്കുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു 2.5 കപ്പ് ആട്ടപ്പൊടിന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് 1 kg ആട്ടപ്പൊടി 3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റും പൂരി. അപ്പോൾ അത്രയും കിട്ടും നമ്മളിങ്ങനെ ആക്കി വരുമ്പോൾ. എന്നിട്ട് പിന്നെ നമ്മൾ അതൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. പക്ഷെങ്കിൽ എല്ലാ ഭാഗവും റെഡിയായി കിട്ടൂല കേട്ടോ. അപ്പം ഞാൻ
ചപ്പാത്തി ഒരു പലക ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ, തവി കൊണ്ട് തന്നെയാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വലുതൊന്നുമല്ല കേട്ടോ കിട്ടിയിട്ടുള്ളത്, ഒരു പാകത്തിന് കിട്ടിയിട്ടുള്ളൂ. ഇതാ ഈ ഒരു കട്ടിക്കാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്, ഇത്ര മതി. എന്നാൽ തന്നെ നന്നായിട്ട് പൊള്ളച്ച് വരും. അപ്പോൾ അതാ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി നിൽക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഫുൾ തീ തന്നെ വെക്കണം. പിന്നെ മറിച്ചിടുമ്പോൾ തീ കുറച്ച് കൊടുക്കുക. എല്ലാം അങ്ങനെ തന്നെ ഫുള്ള് നമ്മൾ ഇടുമ്പോൾ തീ കൂട്ടി കൊടുക്കുക, മറിച്ചിടുമ്പോൾ കുറച്ച് കൊടുക്കുക. കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേവിക്കാം. തീരെ കട്ടിയില്ല കേട്ടോ, കണ്ടില്ലേ, കണ്ടത്തിന് മനസ്സിലാവും. അങ്ങനെ തീരെ കട്ടിയില്ലാതെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കട്ടി കൂടിയാൽ വെന്ത് കിട്ടൂല കേട്ടോ, സൈഡൊന്നും വെന്ത് കിട്ടൂല. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നമ്മൾ മറ്റുള്ള ആട്ടപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ഇതിൽ തന്നെ കിട്ടും. കണ്ടോ, അപ്പോൾ തീ കുറച്ചിട്ടാട്ടോ ഇപ്പം ഉള്ളത്. ഫസ്റ്റ് ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ തീ കൂട്ടിയിട്ടിടുക. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഞാൻ പരത്തി വെക്കുന്നുണ്ട്. ഒരാൾ ചൂടുവാണ്, ഒരാൾ പരത്തുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ചട്ടി നിറഞ്ഞിട്ടോ, ആകെ 6-7 പീസൊക്കെ ഇട്ടപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാത്രം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ ഇങ്ങനെ പരത്തി വെച്ചേക്കാണ് കേട്ടോ. ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഒരു പീസുകളാണത്. ഇപ്പോൾ കണ്ടോ ഫുള്ള് ഞാൻ അങ്ങനെ ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയൊരു 3 പാത്രത്തിലും പിന്നെ ഒരു ചെറിയ പാത്രത്തിലുണ്ട്. ഫുള്ള് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഒറ്റൊരെണ്ണം നമുക്ക് ഫെയിലായി കിട്ടിയിട്ടില്ല കേട്ടോ. ഫുള്ള് ഇങ്ങനെ ഇതാ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരട്ടെ. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് കണ്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ, കണ്ടില്ലേ, ഒട്ടും ഹാർഡായിട്ടൊന്നുമില്ല. നമുക്ക് കണ്ടോ ഇങ്ങനെ തന്നെ ഫുള്ള് വൈകുന്നേരം വരെ ഇങ്ങനെ നിൽക്കും കേട്ടോ. വൈകുന്നേരം ഒരു പിറ്റേന്നൊക്കെ വരെ ഇങ്ങനെ നിൽക്കും. ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണ കാര്യങ്ങൾ. അപ്പോൾ ഈ സമയം വരെ ബാക്കിയുള്ളതൊക്കെ ഈ ഒരു ഇതിൽ തന്നെ നിന്നിട്ടുണ്ട്. അപ്പം നമ്മൾ റേഷൻ കടയത്തെ ആട്ടപ്പൊടി ഒന്നും നമ്മൾ കളയരുത്. അങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. ചിക്കൻ കറിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ. നമ്മൾ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.